അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിൽ നിന്നാണോ നമ്മളെ വിലക്കിയത് അതാണ് നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്വഹാബികളോട് പറയുന്നുണ്ട്, കിബറുള്ള ആളുകൾ, അഹങ്കാരമുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അത്തരത്തിൽ ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് സൂചിപ്പിച്ചപ്പോൾ അവിടെ നിന്നൊരു സ്വഹാബി ചോദിച്ചു എന്നാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ എൻ്റെ വസ്ത്രവും അതേപോലെ തന്നെ എൻ്റെ ചെരുപ്പുമെല്ലാം ഭംഗിയുള്ളതും അലങ്കാരമുള്ളതും ആകുന്നത് ഇഷ്ടപ്പെടുന്നു. അത് കിബിറാകുമോ അഹങ്കാരമാകുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് അഹങ്കാരം. അൽ കിബറു ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. കിബിർ, അഹങ്കാരം എന്ന് പറയുന്നത് ബത്റുൽ ഹഖ്, സത്യം അറിയാമെങ്കിലും അതിനെ നിരാകരിക്കുക, അത് എടുക്കാതിരിക്കലാണ് കിബിറിന്റെ ഒന്നാമത്തെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം വഗംതുൻ നാസ്, ജനങ്ങളെ കൊച്ചാക്കലുമാണ്. ഞാൻ വലിയൊരാളാണ്, ബാക്കിയുള്ളവരൊക്കെ എൻ്റെ താഴെയാണ് എന്ന ഒരു വിചാരം നമുക്കുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിബിറുണ്ട് എന്ന് വിശേഷിപ്പിച്ചവരുടെ കൂട്ടത്തിലാണ് നമ്മൾ. പടച്ചോൻ പുറത്തു തരട്ടെ, ആമീൻ. അപ്പൊ ഈ രണ്ട് ഗുണഗണങ്ങൾ ആരിലുണ്ടോ അവരാണ് കിബിറുള്ള ആളുകൾ. പൊതുവെ നമ്മുടെ ഇടയിലൊക്കെ പലരെ കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാടില്ല എന്നുള്ള നമുക്കറിയാം. എന്നാലും നമ്മൾ ചില ആളുകളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ നാവിൽ നിന്നും വരുന്ന കാര്യം, ഓൻ വലിയ കിബിറനാ, ഓന് കുറച്ച് പൈസയൊക്കെ ആയപ്പോൾ ഓൻ വലിയ കിബിറ് കാട്ടി നടക്കുകയാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു കാരണവശാലും ഒരാളെ കൊണ്ട് അയാൾ കിബിറനാണ് എന്ന് നമ്മൾ പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന, ആരുടെയെങ്കിലും ജീവിതത്തിൽ മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ, ഒരു അണുമണി തൂക്കം കിബർ, അഹങ്കാരമുണ്ട് എങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അയാൾ സ്വർഗത്ത് കടക്കൂല എന്നാണ്. അപ്പൊ നമ്മൾ അതിലൂടെ പറയാതെ പറയുന്നത് നമ്മുടെ ഒരു സഹോദരനെ കുറിച്ച് ഒന്ന് സ്വർഗത്തിൽ നേരിട്ട് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നഊദു ബില്ലാഹ്. അങ്ങനെ ഒരിക്കലും ഒരു വിശ്വാസിയുടെ നാവിൽ നിന്നും വരാൻ പാടില്ല. വലിയ ഗൗരവമാണത്. അതുകൊണ്ട് തന്നെ ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുമായി ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പുറത്തുനിന്ന് ഒരു ആറാബി വരുന്ന സന്ദർഭത്തിൽ ആരാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ ആരാണ് നിങ്ങളിൽ റസൂല് എന്ന് ചോദിച്ചു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ, പൗരപ്രമുഖൻ, അങ്ങനെയുള്ള കുറച്ച് ടാഗുകൾ വീഴുന്ന സമയത്തേക്ക് നമ്മൾ എന്തോ വലിയ സംഭവമാണ്, നമുക്ക് തലക്കനം കൂടും. അഷ്റഫുൽ ഖൽഖായ അള്ളാഹുവിന്റെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാത്ത ആളുകൾക്ക് പുറത്തുനിന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ടായിരുന്നില്ല ആരാ ഇതിൽ പ്രവാചകൻ. സ്വഹാബികളുടെ കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞ നമ്മളും പ്രവാചകനും തമ്മിൽ എത്ര ദൂരമാണുള്ളത്. ആ വിഷയം നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. തലക്കനം നമുക്കൊരിക്കലും പാടുള്ളതല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ ആയത്തിൽ ഇബാദുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിന്റെ അടിയാന്മാർ എന്ന് വളരെ കൃത്യമായി വിശേഷിപ്പിച്ച അത്തരത്തിലുള്ള ആളുകളുടെ ഗുണമായി അള്ളാഹു പഠിപ്പിക്കുന്നത് യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ എന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിനോടും അതേപോലെ തന്നെ ചുറ്റുമുള്ള മനുഷ്യരോടും വിനയാന്വിതരായിരിക്കും പരമകാരുണികന്റെ അടിമകളുടെ വിശേഷണമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാമതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അഹങ്കാരം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്നും നമ്മൾ പാടെ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് എന്നതിൽ തർക്കമില്ല. ഈ അഹങ്കാരത്തിന്റെ നേർ വിപരീതമാണല്ലോ വിനയം എന്ന് പറയുന്നത്. നമ്മൾ തവാളു എന്ന് പറയാറുള്ള ആ വിനയം. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുള്ളത്, നമുക്ക് സാധാരണഗതിയിൽ അഹങ്കരിച്ച് നടക്കാൻ സാധിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ പവർ കാട്ടാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ ഞാനാണ് മികച്ചത് എന്ന് കാണിക്കാനുള്ള ഒരു സമയം വിനയം കാണിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടത്തരമല്ലേ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ ശൈലി കൊണ്ടോ നമ്മുടെ നടത്തം കൊണ്ടോ ഒക്കെ മറ്റുള്ളവരെക്കാളും മികച്ചവനാകണം ഞാൻ, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ കരുതണം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നാറുള്ളത്. അതുകൊണ്ടാണ് നമ്മളെന്തോ ഒരു മോശക്കാരായി മാറും വിനയമുള്ളത് എന്നതുകൊണ്ട് ആ ഒരു മനസ്സാണ് നമുക്കുള്ളത്.
ആ മനസ്സ് മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരാം. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നത് മാ നഖസത് സ്വദഖത്തും മിൻ മാലിൻ. ഒരാളും ഇന്നേ വരെ സ്വതക്ക കൊടുത്തു എന്നതുകൊണ്ട് അയാളുടെ സമ്പത്തിൽ കുറവ് വന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്, വളരെ കൃത്യമായിട്ട് കേൾക്കേണ്ട കാര്യമാണ്. സ്വതക്ക കൊടുത്തു എന്നതുകൊണ്ട് 1 ഉറുപ്യ കുറവ് വന്നിട്ടില്ല, കുറവ് തോന്നൂല. രണ്ടാമത്തെ ഒരു കാര്യം, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. ഒരാള് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതാപമല്ലാതെ അയാൾക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. വമാ തവാലഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അല്ലാഹുവിലേക്ക് വിനയം കാണിച്ച ഒരാളുടെ പദവിയും അല്ലാഹു ഉയർത്താതിരുന്നിട്ടുമില്ല. ഈ 3 കാര്യങ്ങളും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ സാധിക്കേണ്ടതുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വജദ്നാ അൽ കറമ ഫി തഖ്വ. ഞങ്ങൾ സൂക്ഷ്മത അഥവാ തഖ്വ കണ്ടെത്തിയത് ഔദാര്യത്തിലാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടാമതായി അദ്ദേഹം പറയാണ്, ഞങ്ങൾ ദൃഢവിശ്വാസത്തെ യഖീനിനെ കണ്ടെത്തിയത് ഫിൽ ഗിന, ഐശ്വര്യത്തിലാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് വശറഫ ഫി തവാലു, വിനയം ഞങ്ങൾ കണ്ടെത്തിയത് ഔന്നിത്യവുമാണ് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി പഠിപ്പിച്ചു തരാണ്. അപ്പൊ വിനയത്തിന്റെ നേർ വിപരീതമാണ് അഹങ്കാരം എന്നുള്ളത്. മഹാനായ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പഠിപ്പിച്ചു തരുന്ന ഒരു വിഷയമുണ്ട്, ഇഹ്ബിസ് സലാസൻ ബിസലാസിൻ ഹത്താ തകൂന മിനൽ മുഅ്മിനീൻ. നിങ്ങൾ 3 കാര്യങ്ങൾ കൊണ്ട് 3 കാര്യങ്ങളെ പിടിച്ചു വെക്കണം. എന്തിന്? ഹത്താ തകൂന മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണോ? ഈ 3 കാര്യം കൊണ്ട് 3 കാര്യത്തെ നിങ്ങൾ പിടിച്ചു വെക്കണം. ഒന്നാമതായി അദ്ദേഹം പറയാണ് അൽ കിബ്റ ബിത്തവാളു, വിനയം കൊണ്ട് നമ്മുടെ അഹങ്കാരത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. രണ്ടാമത് അദ്ദേഹം പറയുന്നു വൽ ഹിർസ ബിൽ ഖനാഅ, നമുക്ക് ആർത്തിയെ നമ്മുടെ തൃപ്തി കൊണ്ട് പിടിച്ചു വെക്കാൻ കഴിയണം. മൂന്നാമതായി അദ്ദേഹം പറയുന്നു വൽ ഹസദ ബിൻ നസീഹ, നമ്മുടെ അസൂയയെ നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയണം ബിൻ നസീഹ, ഗുണകാംക്ഷ കൊണ്ട് എന്നും അദ്ദേഹം വളരെ കൃത്യമായി പഠിപ്പിച്ചു തരാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനിലെ മനുഷ്യത്വം നശിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവിടെ അദ്ദേഹം പഠിപ്പിച്ചു തന്നത്. ഒന്നാമത്തത് അഹങ്കാരം. ഒരാൾക്ക് അഹങ്കാരം വന്നു കഴിഞ്ഞോ മനുഷ്യത്വം നഷ്ടപ്പെടും, ഒരു സംശയവും വേണ്ട. അതേപോലെ തന്നെ ആർത്തി, പല ആളുകളെയും മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും അവരിലെ മനുഷ്യത്വം ഇല്ലാതാക്കുന്നത് ആർത്തിയാണ്. എന്തിനൊക്കെയോ ഉള്ള ആർത്തിയാണ്, ദുനിയാവിനോടുള്ള, ധനത്തോടുള്ള, സമ്പത്തിനോടുള്ള ആർത്തിയാണ്. മൂന്നാമതായി അവിടെ അദ്ദേഹം പഠിപ്പിച്ചു തരുന്നത് അസൂയയാണ്. അസൂയുള്ള ഒരു മനുഷ്യന് മനുഷ്യത്വം ഉണ്ടാവില്ല, നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളും നമ്മളിൽ ഇല്ലാതിരിക്കാൻ എന്തൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്രായിലെ 37-ാമത്തെ ആയത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, വലാ തംശി ഫിൽ അർളി മറഹ, നിങ്ങൾ അഹന്തയോടുകൂടി ഈ ഭൂമിയിലേക്ക് നടക്കരുത്. ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, ഇനി ആരെങ്കിലും അഹങ്കരിച്ച് നടക്കുന്നുണ്ട് എങ്കിൽ പടച്ചോൻ പറയാണ്, നിങ്ങൾ അങ്ങനെ നടന്നതുകൊണ്ട് ഭൂമിയെ നിങ്ങൾക്ക് ചവിട്ടി പിളർക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ വലിപ്പത്തിന്റെ വിഷയത്തിൽ ഭൂമിയുടെ നമ്മുടെ പർവ്വതങ്ങൾക്ക് സമാനമാകാനും നിങ്ങൾക്ക് കഴിയില്ല എന്ന് പടച്ചോൻ പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് അഹങ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് നാശനഷ്ടങ്ങളല്ലാതെ ഉണ്ടാക്കുകയില്ല എന്നർത്ഥം. ഇപ്പൊ പലപ്പോഴും മോട്ടിവേഷൻ സ്പീക്കർമാർ നമ്മളുടെ ഇടയിലൊക്കെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അവര് പറയും ഐ ആം ദ ബെസ്റ്റ് എന്ന് വിചാരിക്കണം, ഏത് കാര്യത്തിലും ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ഉത്തമൻ എന്ന് വിചാരിക്കണം. അത് കുഴപ്പമില്ല. ബാക്കി എല്ലാവരും എന്റെ താഴെയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഉത്തമനാണ് എന്ന ബോധ്യം എനിക്ക് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാവരെക്കാളും മുകളിലല്ല എന്ന ഒരു വിശ്വാസവും എന്ന ഒരു ദൃഢനിശ്ചയവും നമുക്കുണ്ടാകണം. അതാണ് ഒരു വിശ്വാസിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വാഭാവികമായും എന്നെ പുകഴ്ത്തും. ആ പുകഴ്ത്തുന്ന സമയത്ത് ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം, നസാറാക്കൾ അഥവാ ക്രിസ്ത്യാനികൾ, മസീഹികൾ, അവരുടെ പ്രവാചകനായ ഈസ അലൈഹിസ്സലാമയെ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. ഫഖൂലു അബ്ദുല്ലാഹ് വറസൂലുഹു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ,
ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നും അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നും നിങ്ങൾ പറയണം. സഹോദരങ്ങളെ, എന്തൊക്കെ കേമം പ്രവാചകന് നടിക്കാം. ഒന്ന് ആലോചിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകനാണ് അല്ലേ? എന്തൊക്കെ മഹിമ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നടിക്കാൻ കഴിയും. പക്ഷെ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്നത് വിനയം എന്ന വിശ്വാസിയുടെ ഏറ്റവും വലിയ നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു മുഖമുദ്രയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിനയം നമ്മുടെ ജീവിതത്തിൽ ഒക്കെയും കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, വിനയവും അഹങ്കാരവും നേർവിപരീതമായിട്ടുള്ള ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെ പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കേണ്ടതും രണ്ടാമത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇവിടെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 91-ാമത്തെ നമ്പറായ ഹദീസ് അദ്ദേഹം കൊണ്ടുവരുന്നത് നേരത്തെ സൂചിപ്പിച്ചതാണ്. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. ഒരു അണുമണി തൂക്കം കിബിർ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ സ്വർഗത്തിലേക്ക് നേരിട്ട് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ എത്ര കാര്യങ്ങളിൽ ഇത്തരം കിബിർ നടിക്കുന്നുണ്ട്. കുറച്ചൊരു പൈസ നമ്മുടെ അടുത്തേക്ക് കിട്ടുമ്പോൾ, സമ്പത്തൊന്ന് കൂടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വിനയമല്ല, മറിച്ച് അഹങ്കാരമാണ്. മനസ്സ് തട്ടി ചോദിക്ക്, സ്വന്തത്തോട് ചോദിക്ക് അല്ലേന്ന്. നമ്മുടെ സഹോദരങ്ങളെക്കാളും മാസത്തിൽ ഒരൽപ്പം തുക നമുക്കധികം സമ്പാദ്യമായി കിട്ടുന്നുവെങ്കിൽ അവന്റെ മുമ്പിൽ കേമനാണ് എന്ന് നടിക്കാൻ എന്തൊക്കെ കോപ്രായങ്ങളാണ് നമ്മൾ കാണിച്ചു കൂട്ടാറുള്ളത്. നമ്മുടെ സുഹൃത്തിന്റെയോ സഹോദരന്റെയോ കുടുംബത്തിലോ ആരെടുത്തുമില്ലാത്ത ഒരു വാഹനം നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ പൊങ്ങച്ചങ്ങളാണ് അവർക്ക് മുമ്പിൽ നടിക്കാറുള്ളത്. നമ്മൾ ആലോചിച്ചു നോക്കുക, എന്താണ് നമ്മൾ ചെയ്യുന്നത്? എന്താണ് നമ്മൾ ചെയ്യുന്നത്? കിബിറാണ്. അതാണ് ഒന്നാമത്തത്. എന്താ? അൽ കിബ്റു ബത്റുൽ ഹഖ്. സത്യത്തെ നിരാകരിക്കുക എന്ന് പറയുന്നത് കിബിറാണ്. വഗംതുന്നാസ്, ജനങ്ങളെ കൊച്ചാക്കുക എന്ന് പറയുന്നതും കിബിറാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സുബ്ഹാനഹു വതആല സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, ജമാലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വസ്ത്രം നല്ലതാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അതൊരിക്കലും തെറ്റല്ല. നമ്മുടെ വാഹനം ഒരൽപ്പം നല്ലതാകണമെന്ന് ആഗ്രഹിച്ചാൽ അതൊരിക്കലും തെറ്റല്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വീട്, നമ്മുടെ കാലിലിടുന്ന ചെരുപ്പുകൾ, അതേപോലെ തന്നെ ഷൂസാകട്ടെ, ഫോണാകട്ടെ, ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കുകയാണ് എങ്കിലും അതെല്ലാം നല്ലതാകണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. എന്താണ് തെറ്റ്? എനിക്ക് എല്ലാവരെക്കാളും നല്ലതുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കിബിർ വരും. വഗംതുന്നാസ്, ജനങ്ങളെ കൊച്ചാക്കുന്ന അവസ്ഥ വരും. ഐഫോൺ ഇങ്ങനെ എടുത്ത് നമ്മളെ കമ്പനിക്കാരെ എടുത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ ബാക്കിയുള്ള അടുത്ത് സാംസങ് ഉള്ളത്, അല്ലെങ്കിൽ വിവോന്റെ ഫോണാണുള്ളത്. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക? എന്നെ എല്ലാവരും കാണട്ടെ, എൻ്റെ അടുത്ത് ഐഫോണാണ്, 17 Pro Max ആണ്, 1.5 ലക്ഷം റുപ്യന്റെ ഫോണ് അല്ലേ. എന്നിട്ട് ഇങ്ങനെ എവിടത്തെ കീശയിൽ കൊണ്ടു നടക്കും. എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ ലാ യദ്ഖുലുൽ ജന്ന. ഒരു തരിമ്പ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു തരിമ്പ് കിബറിന്റെ സ്വർഗത്തിലേക്ക് നേരിട്ട് കടക്കാൻ നമുക്ക് കഴിയൂല. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം കിബിർ വരാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഒഴിവാക്കണം എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഈ ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിനയാന്വിതരായി അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തെ നിരാകരിക്കുക എന്ന ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റ് എന്താ? വഗംതുന്നാസ്, ജനങ്ങളെ കൊച്ചാക്കുക എന്നുള്ളത്. ഇത് രണ്ടും ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതെല്ലാം എടുത്തു മാറ്റി അതിനു പകരം വിനയം ഉൾപ്പെടുത്താനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസിനെ പുറത്താക്കാനുള്ള ഒരു കാരണം എന്താ? കിബിർ നടിച്ചു എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തിന്മകളിലേക്ക് ചാഞ്ചാടിക്കുന്നത് ഇബിലീസാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ ഇബിലീസിന് എന്താ വേണ്ടി? ഓന്റെ കൂടെ നമ്മൾ കൂടണം. അതായത് സ്വർഗത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അപ്പം കിബിർ ഏത് സമയം നമ്മുടെ മനസ്സിലേക്ക് വരുന്നോ ആ സമയത്ത് നമ്മൾ ചിന്തിച്ചുള്ള അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബസ്. ഇത് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ തേടി മടങ്ങാം. ഇപ്പൊ പലപ്പോഴും തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ, നമ്മളെ ഇടയിൽ ഉണ്ട് എന്നല്ല, ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് വമ്പ് കാട്ടി നടക്കുക. സഹോദരങ്ങളെ, ഒരാളെ വിജയിപ്പിക്കുന്നതും ഒരാളെ പരാജയപ്പെടുത്തുന്നതും ഒരാൾക്ക് ഇസ്സത്ത് നൽകുന്നതും ഇസ്സത്ത് നൽകാത്തതും നമ്മളാരുമല്ല, അള്ളാഹുവാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ അള്ളാഹു ഭരണത്തിലെത്തിക്കും, ഒരു സംശയവും വേണ്ട. അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്ന ആളാണല്ലോ, അയാൾ മോശപ്പെട്ട ആളാണല്ലോ, അയാൾക്കുള്ള ഒരു പരീക്ഷണമാണത്, അയാൾക്കുള്ള പരീക്ഷണമാണത്. ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നതുകൊണ്ട് കേമനല്ല അയാൾ, തോറ്റവനായിരിക്കും ജയിച്ചവനേക്കാളും ബെറ്റർ എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് വരണം. ജയിച്ചു അൽഹംദുലില്ലാഹ് പറയണം. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാട്ടിക്കൂട്ടലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഞങ്ങൾ വലിയ ആൾക്കാരാണ് എന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെ കോപ്രായങ്ങൾ, ആഭാസങ്ങൾ, ഇസ്ലാമിന്റെ സകല സീമകളെയും പൊളിച്ചെഴുതുന്ന തരത്തിൽ എന്തൊക്കെ തോന്നിയാസങ്ങളും പേക്കൂത്തുകളാണ് മുസ്ലിം നാമധാരികളായ നമ്മളെപ്പോലുള്ള ആളുകൾ റോട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡ് ഷോ എന്നാ പറഞ്ഞത്. എത്ര ആളുകളുടെ സമയം നിങ്ങൾ മെനക്കെടുത്തി ഒഴിവാക്കി കളഞ്ഞു. എന്തൊക്കെയോ തിരക്കുകൾ ഉണ്ടായിട്ട് റോട്ടിലേക്ക് വാഹനവുമായി ഇറങ്ങിയ എത്ര ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് എത്താൻ കഴിയാതെ അവർ പ്രയാസപ്പെട്ടു. റോഡ് തടഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കരുത് എന്നാ ഇസ്ലാം പഠിപ്പിച്ചതാ. ഇമാതത്തുൽ അദാ അനി ത്വരീഖ് സ്വദഖ. ഒരു വാഹനം പോകാൻ തടസ്സമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം റോട്ടിലുണ്ട് എങ്കിൽ അത് നീക്കിക്കഴിഞ്ഞാൽ സ്വതക്കയാണ് എന്നാ പഠിപ്പിക്കുന്നത്. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നുണ്ട്. റോഡ് ഒരു കാരണവശാലും ഉപരോധിക്കരുത്. എല്ലാ ആൾക്കാരും ഓരോ ആവശ്യവും പറഞ്ഞ് ഇങ്ങോട്ട് വരുമോ? ഞങ്ങൾ കട പോകാണ്ട് ഇവിടെ പോകാണ്ട് പോയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിടുവോ? നമ്മൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തന്നെ കുറച്ചൊരു മിനിമം മാനേഴ്സ് ആ വിഷയത്തിലൊക്കെ നമുക്ക് വേണം. നമ്മൾ ജയിച്ചു അൽഹംദുലില്ലാഹ് പറയണം, തോറ്റു എന്നാലും പറയണം അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ടാ? അവിടെ എന്തോ ഒരു ഖൈർ പടച്ചോന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഭയങ്കര സംഭവങ്ങളാണ് എന്ന ഒരു വാക്ക് പോലും സഹോദരങ്ങളെ നമ്മുടെ വാക്ക് നാവിൽ നിന്ന് വരാൻ പാടില്ല. വിശ്വാസികളാണ് എങ്കിൽ പാടില്ല, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസിയാണോ അല്ലേ എന്നുള്ളതാണ് അവിടുത്തെ ചിന്ത. അതുകൊണ്ട് തന്നെ വിനയത്തോടുകൂടി അഹങ്കാരത്തെ തുരത്തി തോൽപ്പിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹങ്കാരം എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ജീവിതത്തിൽ നിന്ന് അതെല്ലാം ഒഴിവാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ ഒക്കെ ഈ പറഞ്ഞ വിഷയത്തിൽ വാക്കുകളായാലും പ്രവൃത്തികളായാലും സ്വഭാവത്തിലായാലും വന്നു പോയിട്ടുണ്ടാകും. അള്ളാഹു ഗഫൂറാണ്. അതെല്ലാം പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതെല്ലാം തിരുത്തി നല്ല ഒരു മുസ്ലിമായി ജീവിക്കാനുള്ള തൗഫീക്കും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും കൃത്യമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പ്രയാസം എളുപ്പമാക്കി കൊടുക്കട്ടെ. അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രയാസങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അടുത്ത് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ഇന്നലെയും നമ്മുടെ ഒരു സഹോദരി മരണപ്പെട്ടു. അള്ളാഹു അവരുടെ എല്ലാം ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഒരു മുസ്ലിമായി ജീവിക്കാനും നല്ല ഒരു മുസ്ലിമായി തന്നെ മരണപ്പെടാനുമുള്ള മഹത്തായ തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.